സുന്ദരിക്കുട്ടിയാണ് നമ്മുടെ കഥയിലെ നായികയായ സ്റ്റീവി. അച്ഛനും അമ്മയോടൊപ്പം കളിയും ചിരിയും നിറഞ്ഞ നല്ല ഹാപ്പി ലൈഫായിരുന്നു നമ്മുടെ സ്റ്റീവിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു അതെല്ലാം മാറി മറഞ്ഞത്. നമ്മുടെ സ്റ്റീവിക്ക് ഒരു കുഞ്ഞനിയനുണ്ടായി, പേര് എലിയറ്റ്. അവൻ എപ്പോ നോക്കിയാലും വാശിയും ബഹളവും കരച്ചിലും ഒക്കെ തന്നെയാണ്. അവന്റെ കരച്ചില് മാറ്റാനായിട്ട് പാടുപെടുന്നതിനിടയില് അച്ഛനും അമ്മയ്ക്കും ഒന്ന് സന്തോഷിക്കാൻ കൂടി സമയമില്ല എന്നാണ് സ്റ്റീവി പറയുന്നത്. പക്ഷെ അവന്റെ കരച്ചില് മാറ്റാൻ വേണ്ടി സ്റ്റീവി എന്ന അവന്റെ കുഞ്ഞേച്ചി അവളെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ സ്റ്റീവി വളരുന്നതിനനുസരിച്ച് ഈ എലിയറ്റിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് ഇല്ലാതാക്കിയത് സം മണി മാറ്റേഴ്സ്. അതെ, പൈസ തന്നെയാണ് പ്രധാനമായ കാര്യമെന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോ നമ്മുടെ സ്റ്റീവിക്ക് 12 വയസ്സുണ്ട്. എന്നും രാത്രിയില് അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടുന്നത് അവൾക്ക് കേൾക്കാം. അവള് കുഞ്ഞായിരിക്കുമ്പോ അച്ഛനും അമ്മയും ഒന്നിച്ചൊരു ബാൻഡ് നടത്തുമായിരുന്നു. ഇപ്പോ അവളുടെ അമ്മ ടീച്ചറും അച്ഛൻ പഴയ ബാൻഡ് പൊടിതട്ടിയെടുക്കുന്നതിന്റെ ആ ഒരു തിരക്കിലുമാണ്. സോ ഹിയർ വി ഗോ ടു ദ മൂവി ഇൻ യുവർ ഡ്രീംസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റീവിയാണ്. അവളുടെ ഫാമിലി പണ്ടത്തെ പോലെ ഹാപ്പി ആക്കാൻ വേണ്ടി അവൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ അനിയനായ എലിയറ്റ് ഫുൾ ഒരു മെസ്സി ആയിട്ടുള്ളവനാണ്. എന്നും രാവിലെ നമ്മുടെ സ്റ്റീവി എണീക്കും, എന്നിട്ട് കുക്ക് ചെയ്യും. എന്നാ ഇവളെ സഹായിക്കാൻ എന്ന പേരിൽ നമ്മുടെ എലിയറ്റ് എണീറ്റ് വരും, എന്നിട്ട് ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് എലിയറ്റിനെ സ്റ്റീവിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത. ഫുഡെല്ലാം ഉണ്ടാക്കി അച്ഛന്റെ അടുത്ത് പോയിട്ട് ദേ അമ്മ കഴിക്കാനുണ്ടാക്കി വിളിക്കുന്നു എന്ന് പറയും. അമ്മയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ കഴിക്കാൻ വരൂ എന്ന് പറയും. അങ്ങനെ അന്ന് അവർ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിലാണ് അമ്മ ഒരു കാര്യം പറയുന്നത്. അമ്മയ്ക്ക് കുറച്ചുകൂടെ സാലറി കൂടുതലുള്ള ഒരു ജോലി ദുലൂത്ത് എന്ന ഗ്രാമത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ അവിടേക്ക് നമുക്ക് പോയാലോ എന്ന്. പക്ഷെ അച്ഛന്റെ ബാൻഡ് നല്ലതാക്കി എടുക്കാൻ ഈ സിറ്റി തന്നെയാണ് നല്ലത്. സോ അമ്മ അവിടേക്ക് മാറുകയാണ് എന്നാണ് ഇപ്പൊ അമ്മ പറഞ്ഞത്. ഇത് കേട്ട് സ്റ്റീവി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. അന്ന് അനിയന് ഒരു പ്രൊജക്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു ബുക്ക് എടുക്കാനായി ഇവരടുത്തുള്ള ഒരു പബ്ലിക് ലൈബ്രറിയിൽ പോകും. അവിടെ നിന്ന് നമ്മുടെ സ്റ്റീവി ഒരു ചുള്ളൻ ചെക്കനെ കാണുന്നുണ്ട്. ബോബ് എന്നാണ് പേര്. അവൾക്ക് ആദ്യമായിട്ടൊരു പയ്യനോട് ക്രഷ് തോന്നിയത് അവിടെ വെച്ചാണ്. അന്നേരം വിസിറ്റേഴ്സിന് മാത്രം പോകാൻ പാടുള്ള ഒരു സ്ഥലത്തേക്ക് എലിയറ്റ് കടന്നുപോയി. അവിടെ വെച്ച് അവനൊരു ബുക്ക് കണ്ടുകിട്ടുകയും ചെയ്തു. പേര് ലെജൻഡ്സ് ഓഫ് സാൻഡ്മാൻ. അതുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ എലിയറ്റിന്റെ അടുത്ത് സ്റ്റീവി വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. ബോബും വന്ന് നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ബുക്ക് കണ്ട് അവള് പറയുവാണ്, ഇതൊക്കെ ചുമ്മാ കള്ളക്കഥകളാണ്, ഡ്രീംസ് ഒക്കെ സാധിക്കാൻ ഒരാളോ. പക്ഷെ അവിടെ ലൈറ്റ് ഒക്കെ ബ്ലിങ്ക് ആവുന്നുണ്ട്. അവൻ ആ ബുക്ക് കട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റീവിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇതൊക്കെ മാറ്റി വെച്ച് കിടന്നുറങ്ങാൻ നോക്കിക്കേ എന്നാണ് അവൾ പറയുന്നത്. എന്നാലും അവൾക്ക് ഫാമിലിയുടെ കാര്യം ആലോചിച്ച് ഭയങ്കര അപ്സെറ്റ് ആണ്. അന്ന് രാത്രിയില് ഇവള് ഒരു ഡ്രീം കാണുകയാണ്. അതായത് നമ്മുടെ അനിയന്റെ ബെഡിന് ജീവൻ വരുന്നതായിട്ട്. അവൻ ശരിക്കും അത് ഓടിച്ചു പോകുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അവളാണെങ്കിൽ ഒരു പുതപ്പില് ആ ബെഡിൽ കെട്ടി തൂങ്ങി കിടക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ക്രിസ്മസിന്റെ സമയത്ത് സാന്റ സ്ലീല് പോകുന്നത് കണ്ടിട്ടില്ലേ, അത് കൂട്ട് തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം. അത് കൂടാതെ അവനിതൊരു റോക്കറ്റാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ബെഡ് ഒരു റോക്കറ്റ് പോലെ പറന്ന് നക്ഷത്രക്കൂട്ടങ്ങളുടെ ഇടയിലെത്തുവാണ്. അവിടെ നിന്ന് ഫൈൻഡ് മീ എന്ന് പറഞ്ഞിട്ട് സാൻഡ്മാന്റെ ഒരു രൂപം, ആ ബുക്കിൽ കണ്ട ഒരു രൂപം പോലെ ഇവർക്ക് കാണുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു കൊടുങ്കാറ്റൊക്കെ വരുന്നത്. ഇവർ ആ ബെഡും കൊണ്ട് നേരെ തെന്നിത്തെറിച്ച് താഴെ വീണ് പെട്ടെന്നാണ് ഇവർ രണ്ടുപേരും ഞെട്ടി എണീക്കുന്നത്. അന്നേരം ഇവർക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും സ്വപ്നം കണ്ടത് ഒരു കാര്യമാണെന്ന്. പക്ഷെ ആ ബുക്ക് നമ്മൾ ഒന്നിച്ച് വായിച്ചത് കൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ ഡ്രീം കണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവി സ്വന്തം സമാധാനപ്പെടുകയാണ്. എന്നാൽ അവൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അമ്മ ആ ജോലിക്കായിട്ട് പോകുന്ന കാര്യം അവള് കാണുന്നത്. അച്ഛനും അമ്മയും കൂടി ശരിക്കും വേർപിരിയുമോ എന്നുള്ളൊരു രീതിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണെന്ന് നമ്മുടെ സ്റ്റീവിക്ക് മനസ്സിലായി. അവൾക്ക് നല്ലോണം വിഷമായി. അതുകൂടാതെ അവളുടെ ഫാമിലി ഫോട്ടോ പൊട്ടിയിരിക്കുന്നതായും കണ്ട് അവൾ ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് വായിച്ച് ഡ്രീം ചെയ്തത് നടക്കാനായിട്ട് ഈ സാൻഡ്മാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ ബുക്കിലുള്ള 2 വരിയുണ്ട്, അത് വായിച്ച് അവൾ ഉറങ്ങുവാണ്. പിന്നീട് അവൾ ഉണരുന്നത് അവളുടെ കുട്ടിക്കാലത്തെ ഫേവറേറ്റ് ഡ്രീം ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടൗണിലായിരുന്നു. അതായത് ഇവരുടെ ഫുഡ്, ഇവള് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡൊക്കെ തന്നെ ഇവള് രാത്രി സ്വപ്നം കാണും. അവിടെ വെച്ച് നമ്മുടെ എലിയറ്റിനെ ഇവള് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓ നീയും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനും പിന്നെ ഒന്നിച്ച് നടക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ ഇവരുടെ വീട് തന്നെയാണല്ലോ ആ ഡ്രീമിലുള്ളത്. ഇവരുടെ വീടിന്റെ അടുക്കളയിലുള്ള ഫ്രിഡ്ജിന്റെ പിറകിൽ നിന്നായിട്ട് പണ്ട് നമ്മുടെ എലിയറ്റിന്റെ ഒരു ജിറാഫ് പാവയെ കാണാതായിട്ടുണ്ടായിരുന്നു.
ബെലോണി ടോണി എന്നാണ് അതിന്റെ പേര് അവൻ കൊടുത്തേക്കുന്നത്. സോ അതിനെ അവര് കണ്ടുപിടിക്കാണ്. ഇവൻ ഒരുപാട് അതിനെ തിരക്കി നടന്നിരുന്നു, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിന്നെ ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടെന്നില്ലേട്ട് ചോദിക്കുമ്പോ, നിന്റെ പുന്നാര പെങ്ങള് തന്നെ, അവള് നിന്റെ അടുത്ത് നിന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ലേ, ഞാൻ എത്ര കാലായി പൊടി തിന്ന് ഇവിടെ കിടക്കുന്നെന്ന് അറിയാമോ എന്നെല്ലാം ചോദിച്ച് നമ്മുടെ ടോണി ഇപ്പോ സ്റ്റീവിയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ടോണിയും കൂടെ ഇവരുടെ ആ ഒരു ടീമില് ജോയിൻ ആയിരിക്കാണ്. അങ്ങനെ ഇവർ നേരെ വെളിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ മനോഹരമായ ഡ്രീമിലെ കാഴ്ചകളൊക്കെ തന്നെ ആസ്വദിച്ചിങ്ങനെ നടക്കായിരുന്നു. അന്നേരം നമ്മുടെ സ്റ്റീവി ബെലോണി ടോണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാൻഡ്മാന്റെ അടുത്ത് പോകണമെന്ന്. അപ്പൊ നമ്മുടെ ടോണി പറയും, അതിനുവേണ്ടി നിങ്ങള് നൈറ്റ് മെയറെ മറികടക്കണം. നൈറ്റ് മെയർസിന്റെ രാജ്ഞിയാണ് നൈറ്റ് മെയർ. ഇവനത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആകെ മാറിയതൊരു നൈറ്റ് മെയർ പോലെ ഇവർ രണ്ടുപേരും ഞെട്ടി എണീക്കാണ്. പക്ഷെ നൈറ്റ് മെയർ കണ്ടാൽ ഞെട്ടി എണീക്കാൻ പാടില്ല എന്ന് സ്റ്റീവിക്ക് മനസ്സിലാവുന്നുണ്ട്. അനിയനെ വീണ്ടും ഉറക്കി ഈ ഒരു നൈറ്റ് മെയർ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീവി തീരുമാനിക്കുകയാണ്. അവനെ ഉറക്കാൻ വേണ്ടി ഇവളുടെ അടുത്തൊരു ടേർട്ടിൽ മെഷീൻ ഉണ്ട്. അവളത് പിടിച്ചമർത്തിയ അവൻ അപ്പ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ രാത്രി ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം ഇവര് മോളിലേക്ക് ചുമ്മാ കറങ്ങാൻ പോയി. അച്ഛൻ മാത്രമേ ഇപ്പൊ അവരുടെ കൂടെ ഉള്ളൂ. അങ്ങനെ അച്ഛനോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അമ്മയും അച്ഛനും ചിലപ്പോൾ സെപ്പറേറ്റഡ് ആവും എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചത് നമ്മുടെ സ്റ്റീവിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം അച്ഛനും അമ്മയും ഇപ്പൊ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അന്ന് രാത്രിയില് അനിയന്റെ അടുത്ത് നമ്മുടെ സ്റ്റീവി ഇക്കാര്യം തുറന്നു പറയാണ്, നമുക്ക് സാൻഡ്മാനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി യുണൈറ്റ് ചെയ്യിപ്പിക്കാൻ, പണ്ടത്തെ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യല്ലേ നല്ലത്. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രമാണ്, എപ്പോഴും എന്റെ ഡ്രീമിൽ നീയുണ്ട്, നമ്മൾ ഒന്നിച്ച് കാര്യങ്ങളെ നേരിട്ടാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫാമിലിയെ തിരിച്ചു കിട്ടുള്ളൂ. അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവും എന്നുകൂടി അവള് പറഞ്ഞപ്പോ അവളേറെ ഇഷ്ടമുള്ള നമ്മുടെ എലിയറ്റ് ഈ ടേർട്ടിൽ ടോയ് വെച്ച് നീ എന്നെ ഉറക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങും. നല്ലൊരു ഡ്രീമിലേക്ക് ഇവർ ഉണരും. പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രീം നേരത്തെ സാഹചര്യം പോലെ തന്നെ നൈറ്റ് മെയർ ആയിട്ട് മാറുകയും ചെയ്യും. ഇവരുടെ കൂടെ ബെലോണി ടോണിയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ എത്ര നൈറ്റ് മെയർ വന്നാലും നമ്മൾ പേടിച്ച് ഞെട്ടി എണീക്കാതെ ആ നൈറ്റ് മെയറിനെ നേരിടണം. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഡ്രീമാണ്. ഇവരെ ഒരിക്കലും ഉപദ്രവിക്കാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് സ്റ്റീവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര പിടിച്ചു ആയാലും നമ്മൾ ഞെട്ടി എണീക്കുമല്ലേ. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ബെലോണി ടോണി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീം ചെയ്യാൻ പവർ ഉണ്ടാവണം. ലൂസിഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് മെയറിനെ നേരിട്ട് നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു പവർ കിട്ടുന്നതെന്ന് സ്റ്റീവിയും എലിയറ്റും മനസ്സിലാക്കാണ്. അതിനുവേണ്ടി അവർ കൈ കോർത്ത് പിടിച്ച് ഓരോ ഡ്രീമിനെയും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മുന്നിലേക്ക് പല ഡ്രീമുകളും വന്നു. പക്ഷെ അവര് വിചാരിക്കുന്ന പോലെ ആ ഒരു ഡ്രീമിനെ നേരിടാൻ വേണ്ടി ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇവരിപ്പോ ഡൈനമിക് ഫിസ്റ്റ് പോലെ അത്തരത്തിലൊരു കൈ ഞാൻ കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ ഇടിച്ച് തകർത്ത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്റെ അനിയനാണ് ഏറ്റവും വലിയ തന്റെ ശക്തി എന്ന് ചേച്ചിയും, അതുപോലെ തന്നെ ചേച്ചി എന്റെ ബെസ്റ്റ് ആണെന്നുള്ളത് അനിയനും മനസ്സിലാക്കാണ്. അങ്ങനെ അവരവർക്ക് ആവശ്യം വരുമ്പോൾ അവരവർ പരസ്പരം തുണയായിട്ടുണ്ടായി അവരിപ്പോ എണീക്കുന്നത് ഒരു സാൻഡ് ഡ്യൂണിലാണ്, ഒരു മണൽ തിട്ടയില്. അവർക്ക് മനസ്സിലായി, അതെ നമ്മൾ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നേരിട്ട് മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ദേ നോക്കിയ മുകളിൽ സാൻഡ് കൊട്ടാരം, അതായത് മണൽ കൊട്ടാരം കാണാനായിട്ട് സാധിക്കുന്നു, അവിടെയാണ് നമ്മുടെ സാൻഡ്മാൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ പറക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ലൂസിഡ് ഡ്രീം ചെയ്യാൻ തുടങ്ങാണ്. ഉടനെ തന്നെ അവർ പറന്നു പോയി ഇപ്പൊ ആ ഒരു സാൻഡ് കാസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് കണ്ട് അവരാകെ മൊത്തം വണ്ടർ അടിച്ചിട്ടാട്ടോ അകത്തോട്ട് കയറുന്നത്. അകത്ത് ഒരുപാട് സാൻഡ്ലിങ്സ് ഉണ്ടായിരുന്നു, അതായത് കുഞ്ഞു കുഞ്ഞു മണൽത്തരികൾക്ക് ജീവനുള്ള രൂപങ്ങള്. അങ്ങനെ അവരുടെയൊക്കെ തന്നെ കിങ് ആയിട്ടുള്ള സാൻഡ്മാനെ ഇവർക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്. സാൻഡ്മാൻ ആ ഒരു കൊട്ടാരം തന്നെ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സ്റ്റീവിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഡ്രീം, എന്താണ് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരേണ്ടത് എന്ന്. അങ്ങനെ സ്റ്റീവി പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ ഫാമിലി വളരെ ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആവാൻ പോവാണ്, അത് പാടില്ല, ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയി തന്നെ ഇരിക്കണം, ആ ഡ്രീമാണ് സാധിച്ചു തരേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ സാൻഡ്മാൻ അത് സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ശേഷം എങ്ങനെയാണ് ഹാപ്പി ഡ്രീംസിനെ ലോകത്തേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അതിന്റെ ഇടയിലാണ് നമ്മുടെ സ്റ്റീവിയുടെ ബോബോ ആയിട്ടുള്ള ക്രഷ് ഡ്രീം നമ്മുടെ എലിയട്ട് കാണാനായിട്ട് കാരണമാവുന്നത്. ശേഷം ഒരു റൂമിൽ കൊണ്ടുപോയി, അവിടെ ഒരു ഹവർ ഗ്ലാസ് ഉണ്ട്.
ഇവര് രണ്ടുപേരും കൂടി ആ ഹവർ ഗ്ലാസ് തലകുത്തനെ ആക്കി വെക്കണം. എന്നിട്ട് ആ ഒരു സാൻഡിലെ അവസാന സാൻഡും താഴെ വീഴുന്ന സമയത്ത് ഇവരുടെ ഡ്രീം കം ട്രൂ ആവും, ശരിക്കും നടക്കും എന്ന് പറയുന്നു. ശേഷം ഇവർ രണ്ടുപേരും കൂടെ റിയാലിറ്റിയിൽ എണീക്കുകയാണ്. അന്നേരം ജോലിക്ക് പോയ അമ്മ എനിക്ക് ഇവിടെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ശേഷം അമ്മയും അച്ഛനും കൂടി ഒന്നിച്ചു കുക്ക് ചെയ്യുന്നു. മക്കളെ വിളിച്ച് പണ്ടത്തെ പോലെ ടേബിളിൽ ഒന്നിച്ചിരിക്കുന്നു. അവർ ഫുഡ് കഴിക്കുന്നു. ശേഷം അവർ കറങ്ങാൻ പോകുന്നു. അച്ഛനും അമ്മയും കൂടെ ഭയങ്കര ഹാപ്പിയാണ്. മക്കളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഇവരെങ്ങനെയാണോ ഡ്രീം ചെയ്തത് അതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ചില മിസ്റ്റേക്കുകൾ ഇവർക്ക് മനസ്സിലാവുകയാണ്. അതായത് നേരത്തെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്ന ഇവരുടെ ഫാമിലി ഫോട്ടോ വീണ്ടും കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ശരിക്ക് അതൊരു റിയാലിറ്റി അല്ല. എല്ലാ കാര്യങ്ങളും തന്നെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. അതുകൂടാതെ എപ്പോഴും മെസ്സി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലിയറ്റ് അവന്റെ കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലിയറ്റ് ഇതൊരിക്കലും റിയാലിറ്റി അല്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞതോടുകൂടി അവർ വീണ്ടും ആ ഒരു ലോകത്ത് നിന്ന് സാൻഡ് കാസിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം സാൻഡ്മാൻ പറയുന്നത് ഈ ഒരു ഹവർ ഗ്ലാസ്സിലെ അവസാന സാൻഡും താഴെ വീണാലേ നിങ്ങളുടെ ഡ്രീം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയി നടക്കുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ എലിയറ്റിന് മറ്റെന്തോ മനസ്സിലായി. അല്ല, ഇതൊരു ട്രാപ്പാണ്, നീ പുറത്തു വാ എന്ന് പറഞ്ഞ് സ്റ്റീവിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റീവി ആണെങ്കിൽ സാൻഡ്മാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ പെർഫെക്റ്റ് ലൈഫ് വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു വേൾഡിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ഉടനെ തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ എലിയറ്റ് അവിടെ നിന്ന് തെറിച്ചു പോകുന്നതായിട്ടും കാണാം. നമ്മുടെ സ്റ്റീവി ആണെങ്കിൽ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള ആ ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് വീണ്ടും പോകുന്നു. എന്നാൽ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാൻഡ്മാൻ ചെയ്യുന്നത് കോമ സ്റ്റേജിലേക്ക് അയാളെ കൊണ്ടുപോയിട്ട് ആ ഒരു ഡ്രീം വേൾഡില് എപ്പോഴും അയാളെ ജീവിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റീവി റിയൽ ലൈഫിലാണെന്ന് കരുതി അവളുടെ ഡ്രീം ലൈഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവളുടെ പെർഫെക്റ്റ് ലൈഫ്. എന്നാൽ ഇക്കാര്യം പുറത്ത് റിയൽ വേൾഡില് നമ്മുടെ എലിയറ്റ് അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തും പറഞ്ഞും കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ എലിയറ്റ് ഇല്ലാത്ത ആ ഒരു ഡ്രീം വേൾഡില് എലിയറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ സ്റ്റീവിക്ക് മനസ്സിലായിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അനിയനോട് അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം കൊച്ചിലേ തൊട്ട് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും അവൻ ഇവൾക്ക് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ബ്രദർ ഇല്ലാത്ത ആ ഒരു ലൈഫ് അതെനിക്ക് വേണ്ട, ഇത് സാൻഡ്മാന്റെ ചതിയാണെന്ന് മനസ്സിലാക്കിയ സ്റ്റീവി ഈ വേൾഡിൽ നിന്ന് എനിക്ക് പുറത്തു പോകണം, എനിക്ക് ഇങ്ങനെ ഒരു ലൈഫല്ല, എനിക്ക് എന്റെ എലിയറ്റിന്റെ കൂടെ വേണം എന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് കാര്യങ്ങളൊക്കെ ഇവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ എലിയറ്റ് പാരന്റ്സിന്. എന്നിട്ട് അവൻ സ്വന്തമായിട്ട് ആ ഒരു ഡ്രീം വേൾഡിലേക്ക് വന്ന് നൈറ്റ് മെയറെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ എലിയറ്റ്. ഇപ്പൊ നൈറ്റ് മെയറെ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എലിയറ്റിന്റെ മുന്നിലേക്ക് ആ ഒരു നൈറ്റ് മെയർ വന്നു. അവിടെ വെച്ച് സീൻ കട്ടാവുമ്പോ പിന്നെ നമ്മൾ കാണുന്നത് സ്റ്റീവിയുടെ അടുത്തെത്തിയിട്ടുള്ള എലിയറ്റിനെയാണ്. നിന്നെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു, നീ എങ്ങനെയാ നൈറ്റ് മെയറെ ഒറ്റയ്ക്ക് നേരിട്ടെന്ന് സ്റ്റീവി ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ എലിയറ്റ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നൈറ്റ് മെയർ ഒരു ചീത്ത സ്ത്രീ അല്ല. അവര് നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ റിയൽ ലൈഫില് നമ്മൾ ദുസ്വപ്നം കാണുന്നതിനേക്കാൾ പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും നേരിടേണ്ടി വരും. അപ്പോഴേക്കും നമ്മൾ സ്ട്രോങ് ആവണം. എപ്പോഴും ലൈഫ് പെർഫെക്റ്റ് അല്ല. നമ്മൾ സാൻഡ്മാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ലൈഫാണ് റിയൽ എന്ന് വിചാരിച്ചു പോകും. അതൊന്നുമല്ല, നമ്മളെല്ലാം നേരിട്ട് പഠിക്കണം എന്ന് പറയുന്നു. അങ്ങനെ സാൻഡ്മാന്റെ ചതി മനസ്സിലാക്കിയ കുട്ടികളെ ഞങ്ങൾക്ക് ഈ ലൈഫ് വേണ്ട എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഒറ്റക്കെട്ടായി ലൂസിഡ് ഡ്രീം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവർ ആ ഹവർ ഗ്ലാസ് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. സാൻഡ്മാൻ ആണെങ്കിൽ സാൻഡ് കാസിലും സാൻഡ്ലിങ്സിനെയും ഒക്കെ കൊണ്ട് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഒറ്റയ്ക്കായിരുന്നില്ല. ഇവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും. ആ ഒരു ബുക്ക് വായിച്ച് ആ ഒരു മന്ത്രവും ചൊല്ലി ഇപ്പൊ ഈ ഒരു ഡ്രീം വേൾഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലി ഒറ്റക്കെട്ടായിട്ട് സാൻഡ്മാനെ നേരിട്ടു. ആ ഒരു ഹവർ ഗ്ലാസ്സിലെ അവസാന മണൽ തരിയും താഴെ വീഴുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മുടെ സ്റ്റീവിയും എലിയറ്റും കൂടെ കൈകൾ കോർത്തു പിടിച്ച് അതിനെ ഒരിക്കലും താഴെ വീഴരുത് എന്ന് പറയുന്നു. കാരണം ലൈഫ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ്. ആ ഇംപെർഫെക്റ്റിനെ വേണം നമ്മൾ സ്നേഹിച്ച് നമ്മുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഹാപ്പി ഫാമിലി ഇവിടെ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ബെലോണി ടോണിയും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് റിയൽ വേൾഡിൽ കാണാമെന്ന്. അങ്ങനെ ഈ രണ്ട് സഹോദരങ്ങളും കൂടി അവരുടെ കൈ വീണ്ടും അയൺ ഫിസ്റ്റ് ആണെന്നും പറഞ്ഞ് ആ ഹവർ ഗ്ലാസ് പൊട്ടിച്ചെറിയുന്നു. ഇപ്പോ റിയൽ വേൾഡില് നമ്മുടെ സ്റ്റീവിയും ഫാമിലിയും കൂടെ ദുലൂത്തിലേക്ക്, അമ്മയ്ക്ക് അവിടെയാണല്ലോ ജോലി കിട്ടിയത്, അവിടേക്ക് താമസം മാറാണ്. അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി ഒന്നിക്കാൻ വീണ്ടും തീരുമാനിച്ചു. കാരണം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമല്ലോ. അത് എല്ലായ്പ്പോഴും തന്നെ നിലനിൽക്കുന്നതല്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ അവരുടെ ഹാപ്പി ഫാമിലി ഹിയർ ആഫ്റ്റർ ദുലൂത്തില് ആയിരിക്കും. സോ ടെയിൽ എൻഡ് സീനില് നമ്മുടെ ബോബിനെ കാണുന്നുണ്ട്. ബോബ് ആവട്ടെ ഇപ്പൊ ആ ഒരു ബുക്ക് അവന് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഈ പിള്ളേർ
കൂട്ടുകാരുടെ പോലെ അവനത് വായിച്ചു നോക്കുന്നില്ല, ഉടനെ തന്നെ കുപ്പത്തൊട്ടിയിലേക്ക് എടുത്തെറിയാണ്. അല്ലാതെ പിന്നെ ഡ്രീം ലൈഫിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഡ്രീമൊക്കെ കാണാൻ കൊള്ളാം, അത്രയല്ലേ ഉള്ളൂ. സോ കൂട്ടുകാരെ, ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഗുഡ് മെസ്സേജ് തരുന്നൊരു മൂവിയാണ്. സോ കൂട്ടുകാരെ, നിങ്ങൾ ഇനി ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി എണീക്കോ അതോ അതിനെ നേരിടുവോ? കമന്റ്സ് ആയിട്ട് പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.